ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജൂലൈ 3-ന് പ്രദേശത്തെ ഇടതൂർന്ന പഴത്തോട്ടത്തിൽ നിരീക്ഷണ ക്യാമറകളിൽ ആദ്യം പതിഞ്ഞ 2 ഭീകരരിൽ ഒരാളായിരുന്നു സാക്കിർ ഖനായി. അതായത് ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടന്ന വിപുലമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ സുരക്ഷാ സേനയ്ക്ക് ഇതൊരു സുപ്രധാന നേട്ടം തന്നെയാണ്. സുരക്ഷാ ഏജൻസികൾ അയാളെ A++ കാറ്റഗറി ഭീകരനായാണ് തരംതിരിച്ചിട്ടുള്ളത്. A++ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശ്മീരിലെ ഏറ്റവും അപകടകാരിയായ ഒരു തീവ്രവാദി എന്നതാണ്. ഇന്ത്യൻ സൈന്യം A++ കാറ്റഗറിയിലേക്ക് ഇയാളെ ഉൾപ്പെടുത്തിയത്. സാക്കിർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതോടെ ലത്തീഫ് ബട്ട് എന്ന രണ്ടാമത്തെ ലഷ്കർ ഭീകരനെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 7 ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തിയാണ് കോമ്പിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരസേന, ജമ്മു കാശ്മീർ പോലീസ്, അതോടൊപ്പം തന്നെ സെൻട്രൽ റിസർവ് പോലീസ് എന്നിവയുടെ സംയുക്ത സംഘം പ്രദേശം വളഞ്ഞിട്ടുണ്ട്. സുരക്ഷാ സേനയെ കണ്ടപ്പോൾ തീവ്രവാദികൾ വെടിവെച്ചു എന്നാണ്, അതായത് സുരക്ഷാ സേനയ്ക്ക് നേരെ തീവ്രവാദികൾ വെടിവെക്കുന്ന ഒരു നീക്കം വരെ ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ പഴത്തോട്ടത്തിലെ ഇടതൂർന്ന ഇലകളെല്ലാം കൂടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭീകരർക്ക് പുറത്തു കടക്കാനുള്ള എല്ലാ വഴികളും സൈന്യം അടച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ സൈന്യം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂറും ഇവരെ നിരീക്ഷിക്കുന്നതും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ പ്രത്യേക തീവ്രവാദ വിരുദ്ധ ഭാഗമായ വിക്ടർ ഫോഴ്സ് എല്ലാ ഏരിയയും അടച്ചുകെട്ടി വലിയൊരു സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ പലതരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തീവ്രവാദികളുടെ ഓരോ നീക്കങ്ങളും അണ്ണുവിട്ടാതെ ഇന്ത്യൻ സൈന്യം നിരീക്ഷിക്കുന്നത് ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യം ഇവരെ ബ്ലോക്ക് ചെയ്ത് കുടുക്കി ഒരു വലയിലേക്ക് ഇട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ രാത്രിയും കാണുന്നതിന് വേണ്ടി പ്രത്യേക വെളിച്ചങ്ങളും ഇന്ത്യൻ സൈന്യം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇലച്ചാർത്തുകൾ നൽകുന്ന സ്വാഭാവിക മറ നിരീക്ഷണം ദുഷ്കരമാക്കുന്നുണ്ട് എന്നതാണ് ഈ തീവ്രവാദികൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത്. കൂടാതെ ഡ്രോണുകളടക്കം ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് എന്നത് തീവ്രവാദികൾക്ക് വലിയ തിരിച്ചടിയാണ്. കൂടാതെ ഡ്രോണിൽ തോക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ആകാശത്ത് നിന്നും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുന്ന ഒരു നീക്കം ഇന്ത്യൻ സൈന്യം നടത്തുന്നുണ്ട്. സുരക്ഷാ രേഖകൾ പ്രകാരം ഈ 2 ഭീകരരും തെക്കൻ കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ നിന്നുള്ളവരാണ്. സാഖർ 2024 മുതൽ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദിയാണ്. കൂടാതെ ലത്തീഫ് കഴിഞ്ഞ വർഷമാണ് ഈ സംഘടനയിൽ ചേരുന്നത്. തെക്കൻ കാശ്മീരിനെ മധ്യ കാശ്മീരുമായും പീർ പഞ്ചാൽ മലനിരകളുമായും ബന്ധിപ്പിക്കുന്ന നിർണായകമായ ഒരു യാത്രാപാതയായി ഷോപ്പിയാൻ ചരിത്രപരമായി നിലകൊള്ളുകയാണ്. ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് മറ്റു തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു സുരക്ഷ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിജയത്തെക്കുറിച്ച് സ്ഥിരീകരണം നൽകിക്കൊണ്ട് ജമ്മു കാശ്മീർ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെയാണ് കുറിച്ചത്. അതായത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാം, പക്ഷേ ഒളിച്ചിരിക്കാനാവില്ല. അതായത് ഈ രണ്ടാമത്തെ ഭീകരനെ ലക്ഷ്യം വെച്ചാണ് ജമ്മു കാശ്മീർ പോലീസ് ഇങ്ങനത്തെ ഒരു സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭീകരനെ പിടികൂടാനുള്ള ഈ ദൗത്യം ജമ്മു കാശ്മീർ പോലീസ്, രാഷ്ട്രീയ റൈഫിൾ, CRPF എന്നിവർ സംയുക്തമായാണ് ഒരു തിരച്ചിൽ ഇപ്പോൾ നടത്തിയത്. തിരച്ചിൽ തുടരുന്നതിനാൽ പ്രദേശം കർശന സുരക്ഷാ വലയത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ഔദ്യോഗികമായി പൂർത്തിയാക്കിയ പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ടെടുത്ത ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റ് പ്രവർത്തനപരമായ വിശദാംശങ്ങളും പങ്കുവെക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണം, കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, താഴ്വരയിലെ ആസൂത്രിത കൊലപാതകങ്ങൾ എന്നിവയിൽ കൊല്ലപ്പെട്ട സാക്കിർ ഖാനിക്ക് പങ്കുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.